Gotta do it hella big, had to run it back again. Light it up, represent, had to do it hella big, had to run it back again. ഗൈസ്, വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നാൽ തന്നെ വേറൊരു ഫീലിംഗ് കേട്ടാ. ഇനി ഞാൻ കാണിക്കാൻ പോണോ ഗൈസ്, ചാവി അങ്ങ് സ്റ്റാർട്ടാക്കാൻ പോണം. ആഹാ, ഇപ്പൊ കിട്ടണ ആവേശം ഉണ്ടല്ലോ, അത് വേറൊരു വണ്ടിക്ക് കിട്ടൂല. ഗീർമനെ പിടിച്ചിട്ട് ഗീർ ഇങ്ങനെ കിടന്ന് തരിക്കണ്ട ഗൈസ്. ആ തരിപ്പാണ് അതിൻ്റെ ഒരു പവർ. ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഞാനെപ്പോഴും സെക്കൻഡ് ഗിയറിനാണ് തുടങ്ങാറ്. കാരണം വെച്ചാൽ ഓൾറെഡി വലിയ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോകണം ഗൈസ്. ഗൈസ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നുള്ളത് എൻ്റെ സ്വന്തം മുത്തുമണീനാട്ടാ ഗൈസ്. മേജർ 1992 ഒരു പെരട്ടപ്പട്ടി കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഇൻട്രോനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയാലും ചില ചെറ്റുകളുണ്ടാവും. അപ്പോൾ അതേമാതിരി ഇതൊരു ചെറ്റ് കുറയ്ക്ക് ഗൈസ്. അപ്പോൾ നമ്മളൊന്നും കാര്യമാക്കണില്ല. മേജർ 1992 ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 6-7 മാസമായിട്ടുണ്ട്. എന്തേ വീഡിയോ കാണിക്കാത്തതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഇറക്കിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. കാരണം കുറച്ച് റീൽസ് പരിപാടി, ഇൻസ്റ്റാഗ്രാമിലെ പരിപാടി കാരണം യൂട്യൂബിൻ്റെ കാര്യത്തിൽ കുറച്ച് ബാക്കൗട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ വീഡിയോ നമ്മുടെ ജീപ്പിൻ്റെ വീഡിയോ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള വണ്ടിയുടെ ഒരു സ്പെക്ക് കാണുന്നത്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേര് പറയാന്നുണ്ടെങ്കിൽ കാട്ടാന എന്നാണ് നമ്മുടെ വണ്ടിയുടെ പേരിട്ടാ. യെസ് ഗൈസ്, കാട്ടാന. ഫ്രണ്ടിലായിട്ട് നമ്മൾ വിഷ്ണുമായ കുട്ടിച്ചേതൻ സ്വാമീനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ആരാധനയാണ് ഗൈസ്. ഇതാണ് മൊത്തത്തിലുള്ളൊരു കവറിങ് ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ആൾക്കാർ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് ജീപ്പ് എടുത്തതെന്ന്. ജീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ജീപ്പ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി എൻ്റെ ചേട്ടൻ്റെ ഒരു ഭ്രാന്താണ് ജീപ്പ്. എനിക്ക് ആ ഭ്രാന്തുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്കാലത്ത് എന്നും ഞങ്ങൾ ഏത് വണ്ടിയാണ് മേടിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മെയിനായിട്ട് പറഞ്ഞു തരുന്നത് ജീപ്പ് എടുക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ സിനിമകളിൽ കണ്ടു തുടങ്ങിയ ജീപ്പിൻ്റെ വീഡിയോസാണ്. എത്ര വലിയ കാറുകൾ വന്നാലും നമ്മുടെ മനസ്സിൽ ജീപ്പിനാണ് കേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീപ്പ് സ്വന്തമാക്കുക എന്നുള്ളത് വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കി നമ്മുടെ കൺമുന്നിൽ ഇപ്പം നമ്മുടെ സ്വന്തമായിട്ട് ബൈക്ക് എടുക്കുന്ന ഗഡി. എത്ര കണ്ടാലും ഗൈസ് ഇതിൻ്റെ ആ ഒരു കാഴ്ച നമുക്ക് മനസ്സിൽ നിന്ന് പോവില്ല. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കാൻ തോന്നും. ജീപ്പിൽ ഒരു വട്ടം സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജീപ്പിൻ്റെ ആരാധകനാണ് നിങ്ങൾ. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും. ഏതൊക്കെ വണ്ടികൾ സഞ്ചരിച്ചാലും ജീപ്പിൽ പോകണൊരു സുഖം വൈബും വേറെ തന്നെ. എത്ര വലിയ വണ്ടികളുണ്ടായാലും ഇപ്പോൾ 4x4 എന്ന് പറയുന്ന പല വണ്ടികളുണ്ട്. ഡിഫൻഡർ, ജീപ്പ്, കോമ്പസ്, പിന്നെ എന്താ പറയുക റാംഗ്ലർ, ഏതൊക്കെ വണ്ടികളുണ്ടായാലും ഈ ഒരു ജീപ്പ് റോഡ്, ഈ ഒരു ഓഫ് റോഡ്, മഹീന്ദ്ര, മേജർ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത ഒറ്റ വഴികളുമില്ല. ബാക്കിയുള്ള വണ്ടികൾക്ക് ആ വഴികളൊക്കെ പോകുമ്പോൾ പല ഇഷ്യൂസും ഉണ്ടാവും, സ്ക്രാച്ച് കാര്യങ്ങൾ, പല ആക്സിലൊടിയിൽ പ്രശ്നങ്ങൾ. പക്ഷെ ഇങ്ങനത്തെ വണ്ടികൾക്ക് നോ ഇഷ്യൂ ഗൈസ്. കാരണം വെച്ചാൽ അത് പണ്ടത്തെ കാലത്ത് മെയ്ഡ് ഇത് വെച്ചേക്കുന്നത് ഇതിന് വേണ്ടി മാത്രമാണ്. അതായത് ഇവ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഒരു 10 താബൂക്കട്ട വേണം. നേരെ ബാക്ക് തുറന്നു കയറ്റിട്ടു, 10 താബൂക്കട്ട കയറി. ഞങ്ങളുടെ പറമ്പിൽ പോയിട്ട് നാളെ എടുക്കണം. വണ്ടിയുടെ ബാക്ക് തുറന്നു നേരെ 10 നാളെ എടുത്തിട്ടു. അതും വേണ്ട, വീട് പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെൻറ്റ് ചാക്ക് മേടിക്കണം. ഒരു 5 സിമെൻറ്റ് ചാക്ക് നേരെ കൊണ്ടുപോയിട്ട് കയറ്റിട്ടു. ഇത് ഈ പറയുന്ന റാംഗ്ലറിലും ബാക്കിയുള്ള വണ്ടികളിലും കയറ്റുന്ന ആൾക്കാർ മടിക്കും ബൈ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാനും പറഞ്ഞത് ഈ വണ്ടീനെ പകരം വെക്കാനായിട്ട് വേറെ ഇപ്പോഴത്തെ വണ്ടികൾക്ക് ആർക്കും പറ്റില്ല. അപ്പോൾ ഗൈസ് ആ ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് ഈ ഒരു വണ്ടീനെ ഇഷ്ടം. ഇപ്പോൾ എന്താ പറയുക, നോർമലി ഓഫ് റോഡ് ട്രക്കിങ്ങുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു മുതലായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. ഈ ഒരു മുതലിനെ കവയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു വണ്ടി ഉണ്ടായിരിക്കില്ല. കാരണം എന്താണ്, നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വളരെ സിമ്പിളാണ്. പണ്ടത്തെ നോർമൽ ടെക്നോളജി ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലത്തുള്ള സെൻസറും കാര്യങ്ങളും യാതൊരു വിധ പ്രശ്നമില്ല, വെള്ളം കയറലൊന്നും പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു മുതൽ
ഈ ഒരു മുതൽ വേറെ ലെവൽ തന്നെ ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള വണ്ടീനെ കുറ്റം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആർക്കും ഇനി വിഷമമൊന്നും വിചാരിക്കേണ്ട. നമ്മളുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു വണ്ടീനെ താരതമ്യം ചെയ്യാനായിട്ട് വേറൊരു ഓഫ് റോഡ് വണ്ടി ഇല്ല. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഗൈസ്. എനിക്ക് ആ ഫ്രണ്ടിലെ ഗ്രില്ല് തന്നെ കാണുമ്പോൾ തന്നെ കിടുക്കാച്ച് ലുക്ക് നോക്കി ഗൈസ്. ഓക്കെ, എന്തിട്ട സാധനം കിടക്കണ ഗൈസ്, എന്തിട്ട സാധനം എൻ്റെ ബാക്കിൽ കിടക്കണത്. സിംഹമാണ്, സിംഹം. നോക്കിയേ യോ മോനെ. ഗൈസ് പിന്നെ വണ്ടിയുടെ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വണ്ടിയിൽ പവർ സ്റ്റിയറിങ്ങും പവർ ബ്രേക്കും കയറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇന്നത്തെ ഒരു കാലത്ത് കൊണ്ടുനടക്കാൻ അതായിരിക്കും ബെറ്റർ. പണ്ടത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സ്റ്റിയറിങ് ബുദ്ധിമുട്ടാണ്, നെഞ്ച് പൊളിയും ഒടിച്ചൊടിച്ച് വരുമ്പോൾ. അപ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് എപ്പോഴും പവർ സ്റ്റിയറിങ് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ബെൻസിൻ്റെ പവർ സ്റ്റിയറിങ്ങാണ് കയറ്റിയിട്ടുള്ളത്. പവർ ബ്രേക്ക് കയറ്റിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമുക്ക് വണ്ടിയുടെ എൻജിൻ സൈഡ് ഒന്ന് കാണാം. എൻജിൻ സൈഡ് കാണുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലായിട്ട് ഇതേമാതിരി രണ്ട് ക്ലിപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ക്ലിപ്പ് കൊടുക്കുക, നേരെ പോയിട്ട് ഇവിടുത്തെ ക്ലിപ്പ് തുറക്കുക. ഇങ്ങനെ പൊക്കിയിട്ട് വേണം തുറക്കാനായിട്ട് ഗൈസ്. അപ്പോൾ അത് പൊക്കാം നമുക്ക്. യെസ് അപ്പോൾ നമ്മൾ എൻജിൻ സൈഡ് തുറന്നിട്ടുണ്ട്. ഇതാണ് മഹീന്ദ്രയുടെ ആ ഒരു പവർഫുൾ എൻജിൻ എന്ന് പറഞ്ഞ ഗൈസ്. ഈ ഒരു എൻജിൻ 4 സിലിണ്ടർ എൻജിനാണ്. കിടുക്കാച്ച് പവർ ഉൽപ്പാദിപ്പിച്ച് ഏത് കാടും മേടും കയറിപ്പോവാൻ തക്കത്തിന് മഹീന്ദ്രനെ വളർത്തിയ എൻജിനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എൻജിൻ റൂം അടയ്ക്കാം. പവർഫുൾ താന. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഉള്ളിൽ 6 ആൾക്ക് അടിപൊളിയായിട്ട് കാറ്റും കൊണ്ട് പാട്ടും വെച്ച് പോവാം. പിന്നെ ഈ ബാക്കിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ തന്നെ ബാക്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പിന് ഉണ്ടായിരുന്നു. അത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ ഗട്ടറേക്കൊക്കെ ഓടിച്ചിട്ട് ഈ ഭാഗത്ത് ചെറിയൊരു ക്രാക്ക് വന്നപ്പോൾ നമ്മളത് ഊരി വെച്ചേക്കാണ്. ഇനി ഇതിൻ്റെ ഡോറിൻ്റെ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് വേണം വീണ്ടും എടുത്തിട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ബാക്ക് സൈഡ് ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ മേലെ ഒരു പട്ടം വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് കുറച്ച് കൊടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഉള്ളിലത്തെ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നോർമലി ഈ പടതുകൊണ്ട് തന്നെ അടിച്ചിട്ടുള്ള ഒരു ഗ്രില്ല് തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് തുറക്കാൻ അടക്കാനും പറ്റും. മഴക്കാലത്ത് നൈസായിട്ട് അടച്ചിടാൻ പറ്റും. പിന്നെ വീലിൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ ഒരു നോർമലി ഇപ്പോൾ എല്ലാ വണ്ടികളിലും കണ്ടുവരുന്ന ഒരു അലോയ് വീൽസ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ കിടക്കാച്ച സാധനമാണ്. ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഈ ജീപ്പ് എന്ന് പറഞ്ഞൊരു വികാരം തന്നെയാണ്. അതിൽ വേറെ പുറത്താണ് കിടക്കില്ല ഗൈസ്. സീറ്റും കാര്യങ്ങളും നോർമലി പുഷ് ബാക്ക് സീറ്റുകൾ തന്നെയാണ് ഗൈസ്. 4x4 അല്ല കേട്ടോ വണ്ടി 2 വീൽ ഡ്രൈവാണ്, 4x4 അല്ല. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് വണ്ടിയുടെ കാഴ്ചകൾ. Stop. Gotta do it hella big, had to run it back again. Run it back again. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ബാക്കി ഇവിടെ തന്നെ കയറാം. ബാക്കി ഇവിടെ കയറുന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് മേലേക്ക് ആക്കണം, അപ്പോഴേ ഇത് തുറക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ബാക്ക് സൈഡ് കയറിയിരിക്കുകയാണ് ഗൈസ്. അതാണ് ബാക്കിലെ ആംബിയൻസ്.
ഇപ്പോൾ ഇവിടെ ഒരാളിരുന്നു, ഇവിടെ 2 പേർക്ക് ഇരിക്കാം. അതേമാതിരി ഇവിടെ 3 പേർക്ക് ഇരിക്കാം. ഇപ്പോൾ നോർമൽ കട്ട് സീറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പുതിയൊരു സീറ്റ് മാറ്റുന്നുണ്ട്. അപ്പോൾ സീറ്റ് മാറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടി കംഫർട്ടാവും ഗൈസ്. ഇതിപ്പോൾ ചെറിയൊരു സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇരിക്കാൻ കുറച്ച് ഡിസ്കംഫർട്ടാണ്. നോർമലി ഇപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കലാപമില്ല. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ സീറ്റ് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. ഇപ്പം ഞാൻ നേരത്തെ വാതിലിൻ്റെ കാര്യം പറഞ്ഞത് എന്താ പറയുക ഗൈസ്, ഇങ്ങനെ കട്ട് ചെയ്ത് കയറ്റിയിട്ട് അടിയിലേക്ക് ഒന്നും കൂടി ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല. ലോക്കായി ഇവിടെ ഗൈസ്, ലോക്കായി വരില്ല അങ്ങോട്ട്. അപ്പോൾ ഇത് വീണ്ടും മേലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി പ്രസ് മേലേക്ക് ചെയ്താൽ ലോക്ക് ഓർമ്മ. അപ്പോൾ അത് പഴയൊരു ടെക്നിക്കാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലെ കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ജീപ്പിൻ്റെ കാഴ്ചകൾ ഗൈസ്. അപ്പോൾ ജീപ്പ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. കാരണം ജീപ്പ് എന്ന് പറഞ്ഞെങ്കിൽ വാക്കുകളില്ല അതിനെ പൊക്കി അടിച്ച് പറയാനായിട്ട്. എല്ലാതും സെറ്റായി തികഞ്ഞൊരു നല്ലൊരു കിടുക്കാച്ച ഓഫ് റോഡിങ് അനുഭവം തരുന്ന ഒരു കിടിലൻ വണ്ടി തന്നെയാണ് മഹേന്ദ്രയുടെ ഈ കാണുന്ന മുതൽ ഗൈസ്. അപ്പോൾ ഈ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ വേറൊരു ഗഡി ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമായിട്ട് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മഞ്ചുമിഠായിനെ പരിചയം ഇല്ലാണ്ടിരിക്കില്ല. ഇത് നമ്മുടെ വേറൊരു ഗഡിയാണ് മഞ്ചുമിഠായി ഗൈസ്. അപ്പോൾ മഞ്ചുമിഠായി വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ ജീപ്പിൻ്റെയും കൂടിയും ഇടാമെന്ന് വെച്ചപ്പോൾ 2 പേരും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിൽ കയറിയിട്ട് ഒരു റൈഡ് എടുക്കാം. കമാ മോനെ. പോട്ടെ കുടിക്കുമ്പോൾ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് വീട്ടിൽ വണ്ടി കൊണ്ടിട്ടേക്കാണ്. അപ്പോൾ അടുത്ത കിട്ടില്ല വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ സുഖു. അതെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ. ടു